നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ സംസ്ഥാന പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ക്യൂ നിൽക്കുന്നു. ചിലർ പഴയ പരിചയം പുതുക്കുന്നു. ചെന്നിത്തലയുടെ വിശ്വസ്തരെ കണ്ടെത്തി ശുപാർശ ചെയ്യാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ചുരുക്കത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഗേറ്റ് തുറന്നിടാൻ കഴിയാത്ത തരത്തിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമെന്ന വിശ്വാസത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇറങ്ങിക്കയറുന്നത്. ഇതിൽ പലരും ഇന്നലെ വരെ പിണറായിയുടെ വിശ്വസ്തരായിരുന്നു. ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് തലപ്പത്തും താഴെത്തട്ടിലും വൻ മാറ്റത്തിനുള്ള കളമൊരുങ്ങുന്നു. അടിമുടി മാറ്റമുണ്ടാകുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസേരയുറപ്പിക്കാനുള്ള ചരട് വലികളും സജീവമായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തലപ്പത്തെ നിയമനങ്ങളിലും മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. ആഭ്യന്തരമന്ത്രി പ്രത്യേകമുണ്ടായാൽ അതും പരിഗണിക്കേണ്ടി വരും. UDF സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതോടെ പോലീസിലും വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുങ്ങുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അപ്രധാന തസ്തികകളിലേക്ക് മാറ്റപ്പെട്ട യോഗേഷ് ഗുപ്ത പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള പദവികളിലും മാറ്റമുണ്ടാകും. യോഗേഷ് വന്നാൽ പിണറായിയുടെ കള്ളക്കളികൾ വലിച്ചു പുറത്തിടാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം 30-ന് ചീഫ് സെക്രട്ടറിയായി വിരമിക്കുന്ന ജയതിലകിന് പകരം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മനോജ് ജോഷിയെ ചീഫ് സെക്രട്ടറിയാക്കണമെന്നാണ് പുതിയ സർക്കാരിന്റെ ആലോചന. നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ് ചീഫ് സെക്രട്ടറി ആവേണ്ടത്. എന്നാൽ അദ്ദേഹത്തോട് UDF സർക്കാരിന് താൽപര്യക്കുറവുണ്ട്. സിൻഹയെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റാനും സാധ്യതയുണ്ട്. KM എബ്രാഹിമിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ CBIക്ക് കൈമാറിയതിനെ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും യോഗേഷിനെ മാറ്റിയത്. വിജിലൻസ് ഡയറക്ടറായി ഗുപ്ത മടങ്ങിയെത്തുമെന്ന സൂചനയുമായി B അശോക് IASകാരുടെ ഗ്രൂപ്പിൽ കമന്റ് ഇട്ടു. ഇന്റലിജൻസിൽ നിന്നും P വിജയൻ ക്രമസമാധാന ചുമതലയിലെത്തിയേക്കും. ഇന്റലിജൻസിലേക്ക് ദിനേന്ദ്ര കശ്യപ് എത്തിയേക്കും. MR അജിത് കുമാറിന് ഏത് സീറ്റ് നൽകുമെന്നും വ്യക്തമല്ല. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും CP നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് പ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട IPS ഉദ്യോഗസ്ഥർ ഏറെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഓഫീസറാണ് യോഗേഷ് ഗുപ്ത. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗേഷ് ഗുപ്തയെ പിന്നീട് സുപ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവന്നില്ല. മാത്രമല്ല, കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള യോഗേഷ് ഗുപ്തയുടെ നീക്കത്തിനെ പരമാവധി തടയിടാനും സർക്കാർ ശ്രമിച്ചു. നിലവിൽ കേന്ദ്ര നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറെ ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. പരമാവധി സംരക്ഷിച്ചെങ്കിലും പിന്നീട് അജിത് കുമാറിന് പിണറായി വിജയന് കൈയൊഴിയേണ്ടി വന്നു. സർക്കാരിന്റെ നീക്കം അജിത് കുമാറിനും നിർണായകമാണ്. ജില്ലാ പോലീസ് മേധാവിമാരെ ഉൾപ്പെടെ വൈകാതെ തന്നെ മാറ്റുന്ന നടപടികളിലേക്കും കടക്കും. കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയ പോലീസുകാർ പലരെയും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. ഇവരിൽ ചിലർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. CPM അനുകൂലികളായ പോലീസുകാർക്കും വൈകാതെ കൂട്ടത്തോടെയുള്ള സ്ഥലം മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തേക്ക് കൂടി സർവീസ് ഉണ്ട്. പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിതനായാൽ 2 വർഷത്തേക്ക് സർവീസ് നൽകണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. ആ സാഹചര്യത്തിൽ റവാഡ ഒഴിയുന്ന 2027 ജൂലൈയിലാവും UDF സർക്കാരിന് പുതിയ പോലീസ് മേധാവിയെ നിയമിക്കാൻ കഴിയുക. യോഗേഷ് ഗുപ്തയും മനോജ് എബ്രാഹുമാണ് സീനിയോറിറ്റി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക. ഇടത് സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അജിത് കുമാറും പട്ടികയിലുണ്ട്. യോഗേഷ് ഗുപ്തയ്ക്ക് 4 വർഷവും മനോജ് എബ്രാഹിമിന് 5 വർഷവും സർവീസുണ്ട്. പുതിയ സർക്കാർ വരുന്നതോടെ ADGP മുതൽ SI വരെ സമഗ്രമായ അഴിച്ചുപണി ഉണ്ടാകും. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് സ്ഥാനചലനം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ട്. P വിജയനോ ദിനേന്ദ്ര കശ്യപിനോടോ പകരം ചുമതല നൽകും. P വിജയൻ പരിഗണിക്കപ്പെട്ടാൽ ദിനേന്ദ്ര കശ്യപ് ഇന്റലിജൻസ് മേധാവി സ്ഥാനത്തെത്തിയേക്കും. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കും സ്ഥാനമാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം ഇടത് അനുകൂല ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റണമെന്ന് കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനകൾ ശക്തമായ സമ്മർദ്ദം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥലം മാറ്റേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. മുൻ ഭരണകാലത്ത് മറ്റ് ജില്ലകളിലേക്ക് അകാരണമായി മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരികെ നിയമിക്കണമെന്ന വലതു സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 വർഷമായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്കും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും ക്യാമ്പുകളിലും മറ്റുമായി സ്ഥിരമായി ജോലി ചെയ്യുന്ന ഇടത് അനുകൂല ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
ഇവരെ കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെ റൈറ്റർ, അസിസ്റ്റന്റ് റൈറ്റർ എന്നീ തസ്തികകളിലുള്ളവരെ മാറ്റിക്കഴിഞ്ഞു. AR ക്യാമ്പ്, കൺട്രോൾ റൂം, ട്രാഫിക് കമ്മീഷണർ ഓഫീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. പ്രധാനമായും ഇടത് അനുകൂല സംഘടനയിലെ ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. പകരം വലത് അനുകൂല ഉദ്യോഗസ്ഥരെ നിയമിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിലെ പ്രതികൂല പരാമർശം പൂർണ്ണമായും അവഗണിച്ച് മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള DGP പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. DGP-ആയി എംപാനൽ ചെയ്യപ്പെട്ടതോടെ യോഗേഷ് ഗുപ്ത കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ഒന്നിന്റെ മേധാവിയാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി പദവികളിൽ ഈ വർഷം ഒഴിവ് വരുന്നുണ്ട്. യോഗേഷിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ വിസമ്മതിച്ചത് വിവാദമായിരുന്നു. യോഗേഷ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ക്ലിയറൻസ് നൽകാൻ സർക്കാർ തയ്യാറായത്. യോഗേഷിനെതിരെ പ്രതികൂല പരാമർശം ഉൾപ്പെടുത്തിയാണ് സർക്കാർ ക്ലിയറൻസ് നൽകിയത്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ചതിനും സംസ്ഥാന സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയ്ക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ ലഭിച്ചത് 7 സ്ഥലമാറ്റമാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് റോഡ് സുരക്ഷാ കമ്മീഷണറാക്കി ഉത്തരവ്. 2022 കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലെത്തിയ യോഗേഷിനെ ബെവറേജസ് കോർപ്പറേഷൻ MD ആയിട്ടായിരുന്നു ആദ്യ നിയമനം. പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറലാക്കി. പോലീസ് അക്കാദമി ഡയറക്ടർ, സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ADGP, ബെവറേജസ് കോർപ്പറേഷൻ MD, വിജിലൻസ് മേധാവി, അഗ്നിരക്ഷാ സേനാ മേധാവി എന്നിവിടങ്ങളിലേക്കായിരുന്നു പിന്നീടുള്ള മാറ്റങ്ങൾ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പദവിയിൽ ചുരുങ്ങിയത് 2 വർഷ കാലാവധി നൽകണമെന്നാണ് സുപ്രീം കോടതി വ്യവസ്ഥ. ഇത് പാലിക്കാതെയുള്ള സ്ഥലമാറ്റങ്ങൾക്കും സിവിൽ സർവീസസ് ബോർഡിന് അനുമതി വേണമെന്നാണ് ചട്ടമെങ്കിലും സർക്കാർ അത് നടപ്പാക്കുന്നില്ല. സർക്കാരിനെതിരെ നിയമ പോരാട്ടത്തിനിറങ്ങിയ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി B. അശോകിനെ കഴിഞ്ഞ 9 മാസത്തിനിടെ 3 തവണയാണ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയത്. സ്ഥലം മാറ്റങ്ങൾ ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് കാട്ടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച അശോക് 3ലും സ്റ്റേ നേടി. കേരളം വിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ യോഗേഷ് ആവശ്യപ്പെട്ടിട്ട് സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെതിരെ യോഗേഷ് സമർപ്പിച്ച ഹർജി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധി പറയാൻ മാറ്റിയിരിക്കെയാണ് പുതിയ സ്ഥലംമാറ്റ ഉത്തരവിറങ്ങിയത്. LDF സർക്കാരിന്റെ കാലത്ത് സുരക്ഷാ ഭീഷണിയുടെ പേരിൽ CPM നേതാക്കൾക്ക് വാരിക്കോരി അനുവദിച്ച ഗൺമാന്മാരെ വൈകാതെ സർക്കാർ തിരിച്ചു വിളിക്കും. ഇതിനായി സർക്കാർ ഗൺമാന്മാരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് ശേഖരിച്ചു. CPI നേതാക്കളായ EP ജയരാജനും P ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും നിലവിൽ 2 ഗൺമാന്മാർ വീതമുണ്ട്. ഇതിൽ P ജയരാജന് മാത്രമാണ് സുരക്ഷാ ഭീഷണിയുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു CPM കൗൺസിലർക്ക് പോലും വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗൺമാനെ അനുവദിച്ചിരുന്നു. പലർക്കായി 500ഓളം ഗൺമാന്മാരെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന് Z കാറ്റഗറി സുരക്ഷയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഉപയോഗിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഡ്യൂട്ടിയുള്ളവർ തിരികെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഗൺമാന്മാരായി പോലീസിലെ അടുപ്പക്കാർക്ക് നിയമനം തേടി വിവിധ കോൺഗ്രസ് നേതാക്കൾ സമ്മർദ്ദം തുടങ്ങി. പുതിയ സർക്കാർ അധികാരമേൽക്കും മുമ്പ് VD സതീഷിനും രമേശ് ചെന്നിത്തലയ്ക്കും പൈലറ്റും എസ്കോർട്ടും പോലീസ് അനുവദിച്ചു. എന്നാൽ ഇരുവരും പോലീസും എസ്കോർട്ട് തിരിച്ചയച്ചു. ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പോലീസിനും വ്യക്തതയില്ലാത്തതിനാലാണ് ഇരുവർക്കും പൈലറ്റും എസ്കോർട്ടും അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇതിനു പുറമെ നേതാക്കളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. എന്നാൽ സതീഷിന്റെ വീട്ടിൽ IPS ഉദ്യോഗസ്ഥരുടെ തിരക്കില്ല. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കിട്ടില്ലെന്ന് ഉറപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും പൂർത്തിയായെന്നും ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹൈക്കമാൻഡ് കൈക്കൊള്ളുന്ന ഏത് തീരുമാനവും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും പൂർണ്ണമായി അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും കേട്ടുകഴിഞ്ഞു. ഇനിയൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി ഹൈക്കമാൻഡ് തീരുമാനം നടപ്പാക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. സർക്കാർ രൂപീകരണത്തിലെ കാലതാമസം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇടതുപക്ഷം സർക്കാർ രൂപീകരിക്കാൻ എടുത്ത അത്രയും സമയം തങ്ങൾ എടുക്കുന്നില്ലെന്നാണ് ചെന്നിത്തല മറുപടി നൽകിയത്. ഇത്തരം ചർച്ചകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് വലിയ താമസമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന വിഷയത്തിൽ ഘടകകക്ഷികൾ ഇടപെടുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ അവസാനിച്ചതായും അക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നേതൃത്വം അറിയിച്ചു. ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. KPCC മുൻ അധ്യക്ഷന്മാരോട് ഡൽഹിയിലെത്താൻ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നൽകി.
കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ അഭിപ്രായം ആരായാനാണ് മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ചതെന്നാണ് വിവരം. കെ സുധാകരൻ, കെ മുരളീധരൻ, വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഇവർ ഡൽഹിക്ക് പുറപ്പെട്ടു. ഫോണിലൂടെ നിലപാട് അറിയിക്കാമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരും ഡൽഹിയിലെത്തണം. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി അടക്കം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം വീണ്ടും ശേഖരിക്കും. ACC ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള MP-യുമായ പ്രിയങ്ക ഗാന്ധി ഇതുവരെ ചർച്ചകളിൽ ഔദ്യോഗികമായി പങ്കാളികളായിട്ടില്ല. പ്രിയങ്കയുടെ പിന്തുണയും തീരുമാനത്തെ സ്വാധീനിക്കും. ഘടകകക്ഷികൾ പ്രിയങ്കയെ നിലപാട് അറിയിച്ചിരുന്നു. ഘടകകക്ഷികളുമായി ഹൈക്കമാൻഡ് തല ചർച്ച ഇനി ഉണ്ടാകില്ലെങ്കിലും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഘടകകക്ഷികളുടെ നിലപാടിനോടുള്ള പ്രതികരണവും ചോദിച്ചേക്കും. ഈ കടമ്പകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം രാഹുലും ഖാർഗെയും പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധിയുടെ അഭിപ്രായം തേടും. അതാകും തീരുമാനത്തിൽ ഏറ്റവും പ്രധാനം. MLA-മാരുടെ പിന്തുണയോ ജനകീയ പിന്തുണയോ എന്ന തർക്കത്തിൽ തട്ടിയാണ് ഹൈക്കമാൻഡ് തീരുമാനം വൈകുന്നത്. പ്രഖ്യാപനത്തിന് മുമ്പ് തങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചേക്കാം എന്നല്ലാതെ കൂടുതൽ ചർച്ചകൾ ഇനി ഉണ്ടാകുമെന്ന് മൂന്ന് നേതാക്കന്മാരും കരുതുന്നില്ല. കൊച്ചിയിലും തിരുവനന്തപുരത്തുമുള്ള സതീശനോ രമേശോ തമ്മിൽ ഫോണിൽ പോലും ആശയവിനിമയം നടന്നിട്ടില്ല. ടേം സാധ്യത പ്രചരിപ്പിക്കുന്നതല്ലാതെ രണ്ടുപേർക്കും അറിയില്ല. തീരുമാനം നീട്ടിവെച്ചതിന്റെ പിന്നിൽ എന്ത് എന്നതിലും വ്യക്തതയില്ല. അന്തരീക്ഷം ശാന്തമാകാനാണ് ഹൈക്കമാൻഡ് കാത്തിരിക്കുന്നതെന്ന് വേണുഗോപാൽ പക്ഷം പറയുന്നു. ACC നിരീക്ഷകർ കേരളത്തിലെത്തി MLA-മാരിൽ നിന്നും UDF ഘടകകക്ഷികളിൽ നിന്നും അഭിപ്രായം തേടി. മുതിർന്ന നേതാക്കളെയും അവർ കണ്ടിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി ഖാർഗെയും രാഹുലും ഡൽഹിയിൽ ചർച്ച നടത്തി. ഇതിൽ തീരുമാനമോ സമവായമോ ഉണ്ടാകാത്തതിനാൽ തീരുമാനം ഹൈക്കമാൻഡ് നേരിട്ട് പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ച് നേതാക്കളെ മടക്കി അയച്ചു. ഏതായാലും ഇതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടത് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് തീർത്തും പരിതാപകരം.